ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ? ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകുന്ന ഒരു പച്ചടിയാണ്. നമുക്കിനി ഇത് വൃത്തിയാക്കി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ ചെയ്യാം. എന്നാലും കുഴപ്പമില്ല. ചിലരിത് അരച്ച് വെക്കാറുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുകയാണ്. മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒറ്റയടിക്ക് അരച്ചെടുക്കരുത്, നിർത്തി നിർത്തി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതിൽ ചെറിയ തരിതരിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല മഷി പോലെ അരഞ്ഞു പോകാത്തതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ബീട്രൂട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പാനിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ബീട്രൂട്ടിന്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട അരപ്പുണ്ടാക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചെറിയ 2 ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചിലർ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ചുമന്നുള്ളിയും ജീരകവുമാണ് പച്ചടിക്ക് ചേർക്കുന്നത്. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചുമന്ന കളറിലെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. വെളുത്ത കളറിലെ നമ്മള് വെള്ളരിക്ക വല്ലതും വെച്ചുണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഇത് നല്ല വൃത്തിയാണ് അരയ്ക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ആദ്യമേ ഒത്ത് തൈര് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അരഞ്ഞു കിട്ടത്തില്ല. ഇത് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ തൈര് ചേർത്ത് കൊടുക്കണം. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തൈര് ചേർത്ത് എടുത്തതായതുകൊണ്ട് ഇനി നമുക്ക് തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല കുറച്ച് വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെങ്കിൽ ഇതിനു ശേഷം തൈര് ചേർക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ തൈര് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ബീട്രൂട്ടിന്റെ വെള്ളമെല്ലാം വറ്റി ബീട്രൂട്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ നന്നായി കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തതായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് തിളയ്ക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകിൽ തീ ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ തീ നന്നായി കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അരപ്പിട്ടത് കൊണ്ട് തന്നെ ഉപ്പ് കുറയും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊടിച്ചതില്ല എങ്കിൽ നിങ്ങൾ അരയ്ക്കുമ്പോൾ അരച്ച് തീരാറാവുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇത് തിളയ്ക്കരുത്, ഇതൊന്ന് ചൂടാവേ ചെയ്യാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടാം. ബീട്രൂട്ട് പച്ചടിക്ക് ഒരു ചെറിയ മധുരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ശകലം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി, ഒരു ചെറിയ മധുരത്തിന്. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് വേറൊരു പാൻ എടുത്ത് വെക്കാം.
ഇപ്പോൾ ഇത് നല്ല കളറായിട്ടില്ല. ഇത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഈ ബീട്രൂട്ടിന്റെ കളറെല്ലാം ഇളവി ഇത് നല്ല ചുമന്ന കളറായി മാറും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില. കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.